ഹലോ വ്യൂവേഴ്സ്, ഞാൻ അരീബ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കൊച്ചു കുട്ടികളുള്ള അമ്മമാർക്ക് കുട്ടികൾക്ക് എപ്പോൾ ഫുഡ് കൊടുത്ത് തുടക്കണം, എത്ര കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, അതുപോലെ തന്നെയാണ് എപ്പോൾ വെള്ളം കൊടുക്കണം, അതുപോലെ മുട്ടയും പാലൊക്കെ കൊടുക്കണം, കുട്ടികൾക്ക് എപ്പോഴാണ് മുട്ടയും പാലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങേണ്ടത്, ഇങ്ങനെ പല രീതിക്കാണ് അമ്മമാരുടെ സംശയങ്ങൾ. അപ്പം നമുക്ക് ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് തന്നെ 6 മന്തിൻ്റെ അടുക്കുള്ള കുട്ടികൾക്ക് അവർക്ക് എപ്പോഴും പാൽ കൊടുക്കാൻ ശ്രമിക്കുക, മുലപ്പാൽ കൊടുക്കുക. ചില അമ്മമാർ പറയും കുട്ടികൾക്ക് എൻ്റെ കുട്ടിക്ക് എൻ്റെ പാല് തികയുന്നില്ല എന്ന്. സത്യത്തിൽ അവർ തികയാതിരിക്കുന്നില്ല, നമുക്ക് തോന്നുകയാണ് തികയുന്നില്ല എന്ന്, നമുക്ക് തോന്നുകയാണ്, അമ്മമാർക്ക് തോന്നുകയാണ്. ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ വെയിറ്റ് കുറയുന്നില്ലെങ്കിൽ അവർക്ക് ആ ഒരു പാല് തികയുന്നുണ്ട്, അവർക്കത് കിട്ടുന്നുണ്ട്, അത് നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. അപ്പോൾ കുട്ടികൾക്ക് 6 മന്ത് വരെ പാല് കൊടുക്കുക. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന പോലെ ഫോർമുലാസൊക്കെ കൊടുക്കാവുന്നതാണ്. പിന്നെ 6 മന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കൊടുത്ത് തുടങ്ങുക. അത് എന്തിനെ ബേസ് ചെയ്താന്ന് വെച്ചാൽ, കുട്ടിയെ ഒന്ന് ഇരുത്തിയാൽ കുട്ടിക്ക് ഇരിക്കാനും അത് തല ഒന്ന് ബാലൻസ് ചെയ്യാനും കുട്ടിക്ക് അത് ഇറക്കാനൊക്കെ പറ്റുന്ന ഒരു സ്റ്റേജാണ് 6 മന്ത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും അതാണ് ഒരു കണക്ക് പറയുന്നതാണ്, 6 മാസം മുതൽ കൊടുക്കുകയെന്ന്. അതൊരു 7 മാസം മുതൽ മതിയെങ്കിൽ അങ്ങനെയും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നോർമലി നമ്മൾ പറയുന്നത് 6 മന്ത് മുതൽ നമ്മൾക്ക് കോംപ്ലിമെൻ്ററി ഫുഡുകൾ നമ്മളെ കുട്ടികൾക്ക് പാലിന് പുറമെ അവർക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ. അപ്പോൾ അവർക്ക് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഫുഡ് കൊടുക്കണം. അപ്പോൾ നമ്മൾ സോളിഡ് ഫുഡുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഉള്ള സംശയമാണ് എന്തിൽ നിന്ന് തുടങ്ങണം. എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ കുട്ടികൾക്ക് ഒരുപാട് ഫുഡ് കൊടുക്കും അല്ലേ. ഈ കുറുക്കുകളായിട്ട് അമൃതപ്പൊടി കൊടുക്കും, അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതപ്പൊടി, അതുപോലെ മുത്താറി അല്ലെങ്കിൽ റാഗി, ഈ കുന്നമ്പഴത്തിൻ്റെ പൗഡർ, പൊട്ടാറ്റോസ്, ഇങ്ങനെ പല രീതിക്ക് നമ്മൾ ഫുഡുകൾ കൊടുക്കും അല്ലേ. പക്ഷെ എൻ്റെ അടുത്ത് ചോദിക്കുക, ഒരു കുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഏതാ ഫുഡ് എന്ന് വെച്ചാൽ, നമ്മളെ നാട്ടിലെ ഏറ്റവും അവൈലബിൾ ആയിട്ടും അതുപോലെ നമുക്ക് കൊടുക്കാനും കുട്ടിക്ക് അത്രയും സൂപ്പർ ഫുഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സാധനം റാഗിയാണ്, മുത്താറി. ഈ മുത്താറി കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുമ്പോൾ നമ്മൾ പാക്കറ്റ് പൗഡറൊക്കെ എന്നാൽ വിശ്വസിച്ച് കഴിക്കാൻ പാടാണ്. എങ്കിലും നല്ല ബ്രാൻഡൊക്കെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നല്ല ബ്രാൻഡൊക്കെ യൂസ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ തന്നെ മുത്താറി മേടിച്ചിട്ട് നമുക്ക് പൊടിച്ച് വെച്ചാൽ നമുക്ക് സമയത്തിന് ആവശ്യത്തിന് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ മുത്താറി കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് അരിക്കുക. ഒരു 2, 3, 4 വട്ടം അരിക്കുക. നന്നായിട്ട് അരിച്ച് അതിൽ തവിട് പോയതിന് ശേഷം, കാരണം എന്താ വെച്ചാൽ ചില കുട്ടികൾക്ക് ഈ തവിട് ഭയങ്കര പ്രശ്നമായിരിക്കും. വയറിൻ്റെ ഉള്ളിൽ പോയാൽ അവർക്കൊരു ദഹനത്തിന് പ്രശ്നങ്ങളും അസ്വസ്ഥതകളൊക്കെ പ്രകടിപ്പിക്കും. അപ്പോൾ നന്നായിട്ട് അരിച്ചതിന് ശേഷം ലൂസായിട്ട്, നല്ല ലൂസ് തിക്ക്, എന്താ പറയുക, ലൂസ് കൺസിസ്റ്റൻസിയിൽ ഒഴിച്ചങ്ങനെ ഒഴിഞ്ഞു പോകുന്ന രീതിക്ക് നമ്മൾ മുത്താറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൊടുത്തു. പിന്നെ അതിങ്ങനെ തിക്കാക്കി കുറുക്ക് രൂപത്തിലോട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1 വീക്ക് നമ്മൾ അല്ലെങ്കിൽ ഒരു 5 ഡേയ്സ് എങ്കിലും, മിനിമം ഒരു 5 ഡേയ്സ് എങ്കിലും ഒരേ സാധനം കൊടുത്തിട്ട് നമ്മൾ പരീക്ഷിക്കാം. ആ കുട്ടിക്ക് അതുകൊണ്ട് അലർജി ഇല്ല, അല്ലെങ്കിൽ ആ കുട്ടി ആ ഫുഡ് ആയിട്ട് ഓക്കെ ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഫുഡ് ആദ്യം കുറച്ച് പിന്നെ ഇങ്ങനെ കുട്ടി ഇങ്ങനെ വരാം. അതായത് ആദ്യം കുറച്ചെടുക്കുക, ഒരു 2 or 3 സ്പൂൺ കൊടുക്കുക. അത്രയും കൊടുക്കണം എന്നില്ല, 2 സ്പൂണൊക്കെ കൊടുത്തു നോക്കാം. നെക്സ്റ്റ് ഡേ അതിങ്ങനെ കൂട്ടി കൊണ്ടുവരാം. അങ്ങനെ കുട്ടിക്ക് ആ ഒരു ഫുഡിനോടൊരിഷ്ടം. അതുപോലെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുട്ടി ഒരു ഭക്ഷണം നാവ് കൊണ്ട് പുറത്തോട്ട് തള്ളിക്കളയുക. അപ്പോൾ വേണമെങ്കിൽ മുലപ്പാലൊക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഈ മുലപ്പാൽ പറഞ്ഞാൽ നമ്മൾ മുലയിലൂടെ മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ ബ്രസ്റ്റ് ത്രോ കൊടുക്കുക എന്നൊന്നും ചിന്തിക്കരുത്. ജോലിക്കൊക്കെ പോകുന്ന അമ്മമാരാണെങ്കിൽ അവർക്ക് അവരുടെ പാല് പുറത്ത് വെച്ച് ഒരു 4 മണിക്കൂർ തന്നെ നമ്മൾ പാലെടുത്ത് വെച്ചിട്ട്, ബ്രസ്റ്റ് പമ്പൊക്കെ യൂസ് ചെയ്തിട്ട് പാലെടുത്ത് വെച്ച് 4 മണിക്കൂർ വരെ നമുക്ക് ചീത്തയാവാതെ പുറത്ത് വെച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. 4 ദിവസം വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ടും നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെ ഈ ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്യണം, അതെങ്ങനെ കൊടുക്കണം, ജോലിക്കൊക്കെ പോകുന്ന അമ്മമാർക്ക് അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ പശുപ്പാൽ അങ്ങനത്തെ ഒന്നും ആദ്യം തന്നെ കൊടുക്കാതിരിക്കുക, സാധാ വെള്ളത്തിൽ കൊടുത്താൽ മതി. തേങ്ങാപ്പാലൊക്കെ പതുക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾ ഭക്ഷണം എടുക്കുന്നത് കൂടി ഇങ്ങനെ വരും. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഭക്ഷണങ്ങൾ ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ നമ്മൾ സോളിഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കൊടുക്കാം. കുറുക്കൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യത്തിന് ഒരു 2 or 3 സ്പൂൺ കുറുക്കൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ
അതവരെ ഡീഹൈഡ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ഇതിനെക്കുറിച്ചിട്ട് ഏതൊക്കെ ഫുഡുകളാണ് സൂപ്പർ ഫുഡുകളെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബ്രസ്റ്റ് മിൽക്ക് എങ്ങനെ സ്റ്റോർ ചെയ്യണം, എങ്ങനെ കൊടുക്കണം എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.